ഹായ് സ്റ്റുഡൻസ്, ഒരുപാട് കുട്ടികൾ ഡിസ്ക്രൈബ് ഇമേജും റീറ്റൽ ലെക്ചറും പുതിയ രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് കമന്റും മെസ്സേജൊക്കെ അയക്കാറുണ്ട്. സോ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് കഴിഞ്ഞ ലാസ്റ്റ് ഒരു വീഡിയോക്കകത്ത് ഞാൻ റീവാലുവേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീവാലുവേഷൻ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് റീവാലുവേഷന് സ്പീക്കിങ്ങിന്റെയും റൈറ്റിങ്ങിന്റെയും മാർക്ക് കൂടുന്നുണ്ട്. സോ അത് എന്തുകൊണ്ടാണ് സ്പീക്കിങ്ങിന്റെയും റൈറ്റിങ്ങിന്റെയും മാർക്ക് കൂടുന്നത്, വേറെ ഒന്നിന്റെയും മാർക്ക് കൂടാത്തത് എന്താണെന്നുള്ള കാര്യം കൂടെ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് ഈ 20 ടാസ്കിനെ 3 ഡിഫറെന്റ് രീതിയിലാണ് അവർ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒന്ന് AI സ്പീക്കിംഗ്, 2 AI റൈറ്റിംഗ് ആൻഡ് 3 ഓട്ടോമാറ്റിക് സ്കോർസ്. ഈ AI സ്പീക്കിങ്ങും AI റൈറ്റിംഗും വരുന്ന സാധനങ്ങൾക്കാണ് നമുക്ക് റീവാലുവേഷൻ വരുന്നതും അതിന് മാർക്കുകൾ മാറ്റം വരികയും ചെയ്യും. അതായത് നമ്മൾ റീവാലുവേഷൻ കൊടുക്കുമ്പോൾ മൊത്തത്തിലാണ് റീവാലുവേഷൻ കൊടുക്കുന്നത്, പക്ഷെ മാർക്കിന് മാറ്റം വരുന്നത് ഈ AI സ്പീക്കിങ്ങിനും AI റൈറ്റിങ്ങിനും മാത്രമേ മാർക്കിന് മാറ്റം വരത്തുള്ളൂ. AI സ്പീക്കിംഗ് എന്ന് പറയുന്നത് റീഡ് അലൗഡ്, റിപ്പീറ്റ് സെന്റൻസ്, ഡിസ്ക്രൈബ് ഇമേജ്, റീറ്റൽ ലെക്ചർ ആൻഡ് ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ. ആൻഡ് AI റൈറ്റിംഗ് എന്ന് പറയുന്നത് സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ്, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്, എസ്സേ. ഇത്രയും സാധനങ്ങൾക്ക് നമ്മളിപ്പം അതായത് സ്പീക്കിങ്ങിലോ റൈറ്റിങ്ങിലോ മാർക്ക് കുറവുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അവർ റീവാലുവേഷൻ ചെയ്യുന്നത്. ഇനി ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് സ്കോർസ് ആണ്. അത് ഓട്ടോമാറ്റിക് സ്കോർസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ്, സിംഗിൾ ആൻസർ, ഡബിൾ ആൻസർ, എല്ലാം ഓട്ടോമാറ്റിക്. അതായത് നമ്മൾ ആ എഴുതുന്ന ആ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ അപ്പൊ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. സോ അതിന് റീവാലുവേഷൻ എന്ന് പറയുന്ന സാധനം ഇല്ല. സോ ഓട്ടോമാറ്റിക് സ്കോർസ് വരുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, റീഡിംഗ് മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ, റീഓർഡർ പാരഗ്രാഫ്, റീഡിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, റീഡിംഗ് മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആൻസർ. അതേപോലെ ലിസണിങ്ങിന്റെ അകത്ത് ലിസണിംഗ് മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ, listening fill in the blanks, highlight incorrect words, highlight correct summary, multiple choice single answer, പിന്നെ സെലക്ട് മിസ്സിംഗ് വേർഡ് ആൻഡ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. ഇത്രയും സാധനങ്ങളാണ് ഓട്ടോമാറ്റിക് സ്കോർസ്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു മാറ്റങ്ങളും വരത്തില്ല. സോ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്പീക്കിങ്ങിന്റെ മാർക്ക് കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ റൈറ്റിങ്ങിന്റെ മാർക്ക് കുറവുണ്ടെങ്കിൽ മാത്രം കൊടുക്കാവുള്ളൂ. അല്ലാതെ റീഡിങ്ങിന് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പൊ സ്പീക്കിങ്ങിന് നന്നായിട്ട് കുറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ. കാരണം സ്പീക്കിങ്ങിന്റെ അകത്ത് റീഡ് അലൗഡിന്റെ അകത്ത് നിങ്ങൾക്ക് മാർക്ക് കൂടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റീഡിംഗിലേക്ക് മാർക്ക് കൂടിക്കണം. അതേപോലെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ലിസണിംഗിൽ മാർക്ക് കൂടും ഇൻ കേസ് റീറ്റൽ ലെക്ചർ അല്ലെങ്കിൽ റിപ്പീറ്റ് സെന്റൻസിന് നിങ്ങൾക്ക് മാർക്ക് കൂടിയാണ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം റീവാലുവേഷൻ കൊടുക്കുന്നതിന് മുന്നേ. ഇനി എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ഇമേജും റീറ്റൽ ലെക്ചറും ചെയ്യേണ്ടത് എന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. സ്പീക്കിങ്ങിന് നമുക്ക് ഒരു സ്പീക്കിങ്ങിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. 3 രീതിയിലായിരിക്കും മാർക്ക് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് പ്രൊനൗൺസിയേഷൻ, പിന്നെ ഓറൽ ഫ്ലുവൻസി ആൻഡ് കണ്ടന്റ്. പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലാരിറ്റി ആണ്. അതായത് നമ്മളൊരു വേർഡ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിലെ കറക്റ്റ് ആയിട്ട് ഫോണിക്സ് അല്ലെങ്കിൽ കോൺസണൻസ്, വവൽസ് അല്ലെങ്കിൽ വേർഡ്സിന് കറക്റ്റ് സ്ട്രെസ് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പ്രൊനൗൺസിയേഷന് മാർക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഓറൽ ഫ്ലുവൻസി. ഓറൽ ഫ്ലുവൻസി എന്ന് പറയുന്നത് ഡെലിവറി. അതായത് നമ്മൾ ഒരു ഹെസിറ്റേഷൻ പാടില്ല, നമ്മൾ ലാഗ് ചെയ്ത് എന്നുള്ള സാധനം പാടില്ല, ഒരു റിതം ഉണ്ടായിരിക്കണം, ഒരു ഇൻടോണേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫോൾ സ്റ്റാർട്ട് ആകാൻ പാടില്ല. നമ്മൾ ആദ്യം ഒന്ന് വായിച്ച് തെറ്റിപ്പോയി വീണ്ടും വായിക്കാൻ ശ്രമിക്കത്തില്ല, അപ്പൊ ഒരു ഫോൾ സ്റ്റാർട്ട് ഉണ്ടാകാൻ പാടില്ല. ആൻഡ് തേർഡ് വൺ ഇസ് കണ്ടന്റ്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ റിലവൻസ് ഉണ്ടാക്കണം. അതായത് അതിൻ്റെ അകത്ത് കിടക്കുന്ന കണ്ടന്റ് തന്നെ ആയിരിക്കണം നമ്മൾ പറയുന്നത്. ഇപ്പൊ അവര് പശുവിനെ കുറിച്ചിട്ട് ചോദിച്ചു എങ്കിൽ നിങ്ങൾ പശുവിനെ കുറിച്ചിട്ട് പറയണം, അല്ലെങ്കിൽ ആടിനെ കുറിച്ചോ ആനയെ കുറിച്ചിട്ടോ പറഞ്ഞാലും മാർക്ക് കിട്ടത്തില്ല. പണ്ട് നമുക്ക് എന്ത് കണ്ടന്റ് ഇല്ലെങ്കിൽ തന്നെ വെറുതെ ടെംപ്ലേറ്റ് വായിച്ചാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടുമായിരുന്നു. അപ്പൊ നിങ്ങൾ നേരത്തെ തൊട്ടേ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ ഒരു മെത്തേഡ് കംപ്ലീറ്റ്ലി മറക്കുക, പുതിയ മെത്തേഡിലേക്ക് നിങ്ങൾ വരിക. ആൻഡ് പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ മെത്തേഡിന്റെ വീഡിയോസ് ഒന്നും കാണാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം അങ്ങനെ ഒരു സാധനം കണ്ടുവെച്ചാൽ നിങ്ങളുടെ മൈൻഡിൽ അത് കിടക്കും. എപ്പോഴും ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടന്റ് ഇറ്റ് ഡിഫേഴ്സ് ഫോർ ഓൾ ടാസ്ക്. ഓരോ ടാസ്കിനും കണ്ടന്റിന് മാറ്റം ഉണ്ടായിരിക്കും. ഓക്കെ. ആൻഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതിന് എപ്പോഴും ഒരു റിലവൻസ് ഉണ്ടായിരിക്കണം, ഒരു ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കണം. ഡിസ്ക്രൈബ് ഇമേജിന്റെ ആണെങ്കിലും റീറ്റൽ ലെക്ചറിന്റെ ആണെങ്കിലും അതിനൊരു ഒറിജിനാലിറ്റി, അതായത് ഉള്ള സാധനങ്ങളെ കുറിച്ചിട്ടായിരിക്കണം നിങ്ങൾ പറയുന്നത്. ഇപ്പം ചില ആൾക്കാർ ഇപ്പം റീറ്റൽ ലെക്ചറൊക്കെ ഒരു ഓഡിയോ കേൾക്കുക, ആ ഓഡിയോയിലെ വേർഡ്സ് ഒന്നും ആയിരിക്കത്തില്ല, പക്ഷെ പിന്നെ അവരെന്താ ചെയ്യുന്നത്, അവർക്ക് അറിയാവുന്ന കുറച്ച് വേർഡ്സുകൾ വെറുതെ അങ്ങോട്ട് പറയും. അത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇപ്പം കണ്ടന്റും റിലവൻസും ഇമ്പോർട്ടന്റ് ആണ്.
ഇപ്പൊ അവർക്ക് തോന്നുകയാണ് ഇതൊരു അൺയൂഷ്വൽ റെസ്പോൺസ് ആണെന്ന്. അൺയൂഷ്വൽ റെസ്പോൺസസ് വിൽ ബി ഫ്ലാഗ് ഫോർ റിവ്യൂ ആൻഡ് വിൽ ബി ചെക്ക് ബൈ ഹ്യൂമൻ ബിഫോർ ഗിവിംഗ് ഫൈനൽ സ്കോർ. അപ്പൊ നിങ്ങൾ ഒരു ഡിസ്ക്രൈബ് ഇമേജ് ചെയ്തു, നിങ്ങൾ ഡിസ്ക്രൈബ് ഇമേജ് ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ഡിസ്ക്രൈബ് ഇമേജിന്റെ ടെംപ്ലേറ്റും സെക്കൻഡ് ഡിസ്ക്രൈബ് ഇമേജിന്റെ ടെംപ്ലേറ്റും ഒരേപോലെ ആവുമ്പോൾ അവർക്ക് അതൊരു അൺയൂഷ്വൽ റെസ്പോൺസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ആൻഡ് അത് അവർ ഫ്ലാഗ് ചെയ്തിട്ടേക്കും, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പ്യൂട്ടർ തന്നെ അത് ഫ്ലാഗ് ചെയ്തിട്ടേക്കും. അങ്ങനെ ഫ്ലാഗ് ചെയ്തേക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഫൈനൽ സ്കോർ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഹ്യൂമൻ അത് രണ്ടാമത് ചെക്ക് ചെയ്യും. അതിനുശേഷമേ നമുക്ക് മാർക്ക് തരത്തുള്ളൂ. അപ്പൊ ഹ്യൂമൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്? അതായത് നമ്മൾ പറഞ്ഞ സാധനം ക്ലിയർ അല്ല, ഇറ്റ് ഇസ് അൺക്ലിയർ, അല്ലെങ്കിൽ ഇറിലവന്റ് ആണ്, അല്ലെങ്കിൽ അൺഇന്റലിജിബിൾ ആണ്. അൺഇന്റലിജിബിൾ എന്ന് പറഞ്ഞാൽ മേ ബി ടോക്കിംഗ് ടു ഫാസ്റ്റ് ഓർ ടോക്കിംഗ് ഇൻ മദർ ടങ് എക്സെട്ര. അപ്പൊ അൺഇന്റലിജിബിൾ ഒരുപാട് സ്പീഡിൽ പറയും. ചില ആൾക്കാർ എന്തെങ്കിലും മാർക്ക് വരട്ടെ, ഫ്ലുവൻസിക്ക് ആണെങ്കിലും മാർക്ക് വരട്ടെ എന്ന് വിചാരിച്ച് ചിലപ്പോൾ അവരവരുടെ മലയാളത്തിൽ അല്ലെങ്കിൽ മദർ ടങ്ങിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇതൊക്കെ ബിലോ ആവറേജ് സ്റ്റുഡൻസ് ചെയ്യാറുണ്ട് അങ്ങനെ. അതായത് 35 സ്കോർസ് ഒക്കെ മതി, പക്ഷെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഹ്യൂമൻ ചെക്ക് ചെയ്യും. ആൻഡ് അൺക്ലിയർ എന്ന് പറയാൻ കാരണം ചിലപ്പോൾ ടൂ മച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയത്. ചില സെന്റേഴ്സിൽ ചെല്ലുമ്പോഴത്തേനും നമ്മൾ നന്നായിട്ട് സ്പീക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് സ്പീക്കിങ്ങിന് മാർക്ക് കയറത്തില്ല. അങ്ങനെയുള്ള ചില സെന്റേഴ്സ് ഉണ്ട്. സോ അത് ചിലപ്പോൾ അവിടുത്തെ മൈക്രോഫോണിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും. സോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ടൂ മച്ച് ആയതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോപ്പർലി നമ്മുടെ വേർഡ്സ് ക്യാച്ച് ആയിട്ടില്ല. അപ്പൊ നേരത്തെ ഒക്കെ ഇത് പ്രോപ്പർലി വേർഡ്സ് ക്യാച്ച് ആയിട്ടില്ലെങ്കിൽ ഒന്നും നമുക്ക് സ്പീക്കിങ്ങിനകത്തൊന്നും ഒരു മാർക്കും മാർക്കില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ട് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഇത് വേറെ റീവാലുവേഷൻ കൊടുത്തിട്ട് ഒന്നും മാർക്കില്ല. ഇപ്പൊ ഹ്യൂമൻ കൂടി ചെക്ക് ചെയ്ത് തുടങ്ങിയത് അത് ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്ക് ഒരു രീതിയിൽ. മറ്റേത് നമുക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഇല്ല എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ അടുത്ത വീണ്ടും പ്രിപ്പയർ ചെയ്യാനേ ഉള്ളായിരുന്നു. പക്ഷെ അത് പലർക്കും സെന്റേഴ്സിന് ഇഷ്യൂസ് വരാറുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയാണ്. ഇപ്പൊ ഹ്യൂമൻ ചെക്ക് ചെയ്യുന്നത് നമുക്കൊരു അഡ്വാൻറ്റേജ്. അപ്പം നമ്മളുടെ മൈക്ക് അൺക്ലിയറോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വാക്കുകൾ അൺക്ലിയറോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഹ്യൂമൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യും. ആൻഡ് ഹ്യൂമൻ ചെക്ക് ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് ഒരു കാര്യങ്ങളും കൂടെ ഉണ്ട്. ഇപ്പം ഒരു നമ്മുടെ AI ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇപ്പം 15 മാർക്കിൽ അല്ലെങ്കിൽ 15 മാർക്ക് നമുക്കൊരു 10 മാർക്ക് കിട്ടി. പക്ഷെ അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു ഹ്യൂമൻ ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് 10 മാർക്ക് കൊടുക്കാൻ പറ്റിയില്ല, അവര് ഒരു 8 മാർക്കേ കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പം ഹ്യൂമന്റെ മാർക്കും AI മാർക്കും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഡിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് രണ്ടാമത് വേറൊരു ഹ്യൂമൻ ബീയിങ്ങും കൂടെ ചെക്ക് ചെയ്യും. ഓക്കെ, രണ്ടാമത് വേറൊരാളും കൂടെ ചെക്ക് ചെയ്തിട്ട് അപ്പൊ ആ ചെക്ക് ചെയ്യുന്ന ആൾക്ക് ഇതേപോലെ 8 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ ആ 8 മാർക്ക് എടുക്കും. ഇൻ കേസ് അവർക്ക് 10 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ 10 മാർക്ക് എടുക്കും. അങ്ങനെയായിരിക്കും ഈ ഹ്യൂമൻ ചെക്ക് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് നമുക്ക്. ആൻഡ് ഡിസ്ക്രൈബ് ഇമേജിലും റീറ്റൽ ലെക്ചറിലും every responses will be checked only the content, not the pronunciation. ഈ ഡിസ്ക്രൈബ് ഇമേജിന്റെ അകത്താണെങ്കിലും റീറ്റൽ ലെക്ചറിന്റെ അകത്താണെങ്കിലും നമ്മുടെ പ്രൊനൗൺസിയേഷൻ അല്ല അവർ ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ കണ്ടന്റ് ആണ്. നമ്മൾ കണ്ടന്റ് പറയുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത്. പണ്ട് എന്ത് വേണേലും വായിക്കുന്നതൊക്കെ പറയായിരുന്നു, വെറുതെ ഒരു ടെംപ്ലേറ്റ് പറയുന്നത്. പക്ഷെ ഇപ്പം അവര് ചെക്ക് ചെയ്യുന്ന വെച്ചാൽ കണ്ടന്റ് ആണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണോ, റിലവന്റ് ആയിട്ടുള്ളതാണോ, ഒറിജിനാലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു കീവേഡ് ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് അവിടെ കുറച്ച് കീവേഡ്സ് മാത്രം ആഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. കംപ്ലീറ്റ്ലി ഓഫ് ടോപ്പിക് റെസ്പോൺസസ്, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക. പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അപ്പൊ അതിൻ്റെ അത് ചെയ്യാം? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇസ് നമുക്ക് ഒരു ലെക്സിക്കൽ തിങ്കേഴ്സ് അല്ലെങ്കിൽ ലെക്സിക്കൽ ചങ്ക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലെക്സിക്കൽ ചങ്ക്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് that are often used together and have a specific meaning or function. ഈ ലെക്സിക്കൽ ചങ്ക്സ് എന്ന് പറഞ്ഞാൽ they are group of words. ഈ വേർഡ്സ് എപ്പോഴും ഒരുമിച്ച് ഹാൻഡ് ആയിട്ട് പോകും ആൻഡ് അവരൊരു സ്പെസിഫിക് മീനിങ് നമുക്ക് തരും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് an upward trend, അല്ലെങ്കിൽ reached a peak, remain steady, a sharp decline എന്നൊക്കെ പറയും. ഇപ്പൊ അതായത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അത് നമുക്ക് എപ്പോഴും ഒരുമിച്ച് ഉപയോഗിക്കാം. ആൻഡ് അത് നല്ലൊരു അല്ലെങ്കിൽ ഒരു മീനിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ലെക്സിക്കൽ ചങ്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ
ഒരു ഗ്രാഫ് വരുമ്പോൾ നമുക്ക് പറയാം അപ്വേർഡ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിപ്പം ഇപ്പൊ ഞാൻ ഉപയോഗിക്കുകയും പിന്നെ വേറൊരു വ്യക്തി ഉപയോഗിക്കുകയും അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇപ്പം സ്റ്റുഡന്റ് വേറൊരു സ്റ്റുഡന്റ് ചെയ്യുന്നു, ഇതേ വേർഡ്സ് തന്നെ യൂസ് ചെയ്യുന്നു, അപ്വേർഡ് ട്രെൻഡ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡ് ഉപയോഗിക്കുന്നു, ഷാർപ്പ് ഡിക്ലൈൻ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വേറൊരു സ്റ്റുഡന്റ് യൂസ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഞാനും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മറ്റേ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു 10 പേര് എക്സാം എഴുതിയില്ല, അതിലൊരു 9 പേരും സെയിം ടെംപ്ലേറ്റ് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ അതാണ് അവര് ബാൻ ചെയ്തിരിക്കുന്നത്. സെയിം വേർഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇമേജ് ഓർ ലെക്ചർ മെറ്റീരിയൽ, ആ നമ്മളുടെ ഡിസ്ക്രൈബ് ഇമേജിന്റെ അകത്തോ അല്ലെങ്കിൽ റീറ്റൽ ലെക്ചറിന്റെ അകത്തോ കുറച്ച് വേർഡ്സ് ഓർ ഫ്രേസുകൾ ഉണ്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ റീറ്റൽ ലെക്ചറിന്റെ അകത്ത് നമുക്ക് ഫ്രേസോ അല്ലെങ്കിൽ വേർഡ്സോ ഉപയോഗിക്കാം. അത് സെയിം സാധനം തന്നെ. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന വേർഡ് അടുത്ത ആൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന്റെ അകത്ത് ഇല്ലാത്ത വേർഡ് ഉപയോഗിക്കരുത് എന്ന് മാത്രമേ. അതേപോലെ ഡിസ്ക്രൈബ് ഇമേജിന്റെ അകത്താണെങ്കിൽ അതിന്റെ അകത്ത് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എഴുതിയേക്കുന്ന സാധനമില്ല, അത് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഫ്ലുവന്റ് ആയിട്ട് ആ ഉള്ള കണ്ടന്റ് വേണം പറയാനായിട്ട്, ഇല്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കരുത്. പിന്നെ ഒരു ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ആയിരിക്കും. ഫ്ലെക്സിബിൾ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കിപ്പോ ഒരു 3 ക്വസ്റ്റ്യൻസ് വന്നു. ഇപ്പൊ ഡിസ്ക്രൈബ് ഇമേജിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഉപയോഗിക്കുന്ന അതേ സ്ട്രക്ചർ ആയിരിക്കരുത് ഞാൻ ഡിസ്ക്രൈബ് ഇമേജ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്നത്. ആൻഡ് ഫസ്റ്റിനും സെക്കൻഡിനും ഉപയോഗിച്ച സ്ട്രക്ചറേ ആകരുത് ഞാൻ മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാം. സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യന്റെ അകത്ത് കമ്പയർ ആൻഡ് കോൺട്രാക്ട് ആയിരിക്കും ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും കമ്പയർ ചെയ്യുക, അതായത് ഒരു 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 ഇമേജ് തന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് 2 ലൈൻ ഗ്രാഫ് ഉണ്ടായിരിക്കും. അപ്പൊ 2 ലൈൻ ഗ്രാഫ് ഉള്ള സാധനത്തിന്റെ നമുക്ക് കമ്പയർ ചെയ്തിട്ടായിരിക്കും നമുക്ക് പറയുന്നത്. ഇനി ഒരൊറ്റൊരു ലൈൻ ഗ്രാഫ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മളൊരു ക്രൊണോളജിക്കൽ ഡിസ്ക്രിപ്ഷനിലായിരിക്കും പറയുന്നത്. അതായത് അതിനെ കുറിച്ചിട്ട് മാത്രമാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ഒരു മാപ്പോ അല്ലെങ്കിൽ ഒരു ഇമേജോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറൽ ടു സ്പെസിഫിക് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ ചെയ്യണം. അപ്പൊ നമുക്ക് 3 ക്വസ്റ്റ്യൻ തരുന്നത് 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നത്. എല്ലാം നമുക്ക് ബാർ ഗ്രാഫ് തന്നെ ആയിരിക്കത്തില്ല തരുന്നത്, അല്ലെങ്കിൽ എല്ലാം നമുക്ക് ലൈൻ ഗ്രാഫ് ആയിരിക്കത്തില്ല. ഒരെണ്ണം ബാർ ഗ്രാഫിന്റെ അകത്ത് കമ്പയർ ചെയ്തിട്ടുള്ള വരുവാണെങ്കിൽ അടുത്തതിന്റെ അകത്ത് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ഇമേജ് ആയിരിക്കും. പിന്നെ ഒരു മാപ്പോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിക് ഇമേജ് തരുന്നത്. ഇപ്പൊ നമ്മൾ ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏത് ടൈപ്പ് വന്നാലും എല്ലാം ഒരേ പാറ്റേണിലാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വൺ ഓഫ് ദ എലമെന്റ് ഇസ് മാക്സിമം, അനദർ വൺ ഇസ് മിനിമം, there are different colors can be seen such as red, green, white and blue. ഇതൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാത്തിനും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമ്മൾ ഗ്രാഫ് ആണെങ്കിലും കമ്പയർ ചെയ്യുന്ന ഗ്രാഫ് ആണെങ്കിലും കമ്പയർ ചെയ്യാതെ സിംഗിൾ ആയിട്ടുള്ള ഗ്രാഫ് ആണെങ്കിലും ഫോട്ടോഗ്രാഫിക് ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ ഒരേ സാധനമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ 3 ഇമേജ് വന്നിട്ടുണ്ടെങ്കിൽ 3ന് 3 രീതി ക്വസ്റ്റ്യൻസും അങ്ങനെ ആയിരിക്കും വരുന്നത്. ഒരെണ്ണം കമ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, അതായത് 2 കമ്പാരിസൺ വരുന്ന ഒരു, അതായത് 2 ഗ്രാഫ് ആയിരിക്കും അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ പിന്നെ ഒരു മാപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിക് ഇമേജ് ആയിരിക്കും. പിന്നെ ഒരെണ്ണം ക്രൊണോളജിക്കൽ ഡിസ്ക്രിപ്ഷൻ പോലെ, അതായത് ഒരൊറ്റ സിംഗിൾ ഒരു മാപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഒരു ഗ്രാഫ് ആയിരിക്കും അവർ തന്നിട്ടുണ്ട്. സോ അത് നമ്മൾ എപ്പോഴും മൈൻഡിൽ വെച്ചേക്കണം. അതായത് നമ്മുടെ സ്ട്രക്ചർ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മുടെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് നമ്മൾ ചെയ്ത അതേ സ്ട്രക്ചർ ആയിരിക്കരുത് നമ്മൾ മൂന്നാമത് ഉപയോഗിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഉപയോഗിക്കാം. Discourse markers are words of phrase that helps to organize ideas, connect them and direct them to the listeners. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ they are words of phrase that help to organize. നമുക്ക് ഒരു കാര്യം ഓർഗനൈസ് ചെയ്യാനായിട്ടോ, ഒരു ഐഡിയാസ് ഓർഗനൈസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കണക്ട് ചെയ്യാനായിട്ടോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് സ്പീക്കിംഗ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, എസ്പെഷ്യലി ഡിസ്ക്രൈബ് ഇമേജിനും റീറ്റൽ ലെക്ചറിനും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, കീവേഡ് ടെംപ്ലേറ്റ് ഉപയോഗിക്കരുത്, ആൻഡ് കംപ്ലീറ്റ്ലി ഓഫ് ടോപ്പിക്ക് നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇമേജ് ഓർ ലെക്ചർ മെറ്റീരിയൽ, നിങ്ങൾക്ക് ആ ഇമേജിലോ അല്ലെങ്കിൽ ലെക്ചറിലോ ഉള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ വേർഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലെക്സിക്കൽ ചങ്ക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഡിസ്കോഴ്സ് മാർക്കേഴ്സ് യൂസ് ചെയ്യാം, ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് എപ്പോഴും ഓർക്കുക, കണ്ടന്റ് ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കണം, റിലവൻസ് ഉണ്ടായിരിക്കണം. എല്ലാ ഡിസ്ക്രൈബ് ഇമേജിന്റെയും റീറ്റൽ ലെക്ചറിന്റെ കണ്ടന്റ് അവർ ചെക്ക് ചെയ്യും. കണ്ടന്റ് മാത്രമായിരിക്കും അവർ ചെക്ക് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ മുമ്പേ പറഞ്ഞത്
ഫ്ലെക്സിബിൾ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പറഞ്ഞു. നമ്മൾ ഡിസ്ക്രൈബ് ഇമേജിന്റെ ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആൻഡ് ഒരു റീറ്റെയിൽ ലെക്ചർ വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഫ്ലെക്സിബിൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്? ഈ ഡിസ്ക്രൈബ് ഇമേജിന്റെ അകത്ത് നമുക്ക് 3 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഫസ്റ്റ് വൺ ഇസ് സീക്വൻഷ്യൽ ഓർഡർ. സീക്വൻഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇമേജിന്റെ അല്ലെങ്കിൽ ലെക്ചറിൽ നിന്ന് നമുക്ക് കേട്ട വേർഡ്സ് എല്ലാം എഴുതി വെക്കാം, അല്ലെങ്കിൽ ഫ്രേസ് ഒക്കെ എഴുതി വെക്കാം. നമുക്ക് നിങ്ങൾക്ക് ഈ വേർഡ്സ് ഒക്കെ ഉപയോഗിക്കാം. സീക്വൻഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഫേസ്റ്റ്ലി, സെക്കൻഡ്ലി, സബ്സിക്വന്റ്ലി, ഫൈനലി, ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ സമ്മറൈസിങ് മെയിൻ പോയിന്റ്. നമുക്ക് ആ ഒരു മെയിൻ പോയിന്റ് അവർ പറഞ്ഞതിനെ കുറിച്ചിട്ട് മെയിൻ പോയിന്റ് നമുക്ക് ഇങ്ങനെ പറയാം. ഓവർവ്യൂ, മെയിൻ പോയിന്റ് 1, മെയിൻ പോയിന്റ് 2, ഡീറ്റെയിൽസ്, കൺക്ലൂഷൻ, ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് കുഴപ്പമില്ല. അടുത്തത് ദ മാറ്റിക് ഓർഗനൈസേഷൻ, അതായത് ദ മെയിൻ ഐഡിയ 1, 2, 3 എന്ന് പറയാം. അതായത് അതിനകത്ത് മെയിൻലി പറയുന്നത് ഈ 3 ഐഡിയാസിനെ കുറിച്ചാണ്. പിന്നെ ഐഡിയ 1, ഐഡിയ 2 എന്താന്ന് പറയാം, ഐഡിയ 3 എന്ത് പറയാ, അല്ലെങ്കിൽ ഒരു സമ്മറി അങ്ങനെ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, മിസ്സേ റീറ്റെയിൽ ലെക്ചറിന് ഫ്രേസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, വേർഡ്സ് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കേട്ടല്ലോ എന്നുള്ളത്. പണ്ടും നമുക്ക് ഫ്രേസും വേർഡ്സും ഉപയോഗിക്കാമായിരുന്നു. ഇപ്പോഴും നമുക്ക് റീറ്റെയിൽ ലെക്ചറിന് വേർഡ്സും ഫ്രേസും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ റീറ്റെയിൽ ലെക്ചർ കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രേസ് ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഫ്രേസ് ആയിട്ട് എഴുതിയെടുക്കാന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഓടി കേൾക്കുമ്പോൾ ആദ്യം കേട്ട സാധനം നിങ്ങൾ എഴുതി വെക്കുക. അപ്പൊ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ഓടി പോകുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അയ്യോ അതെന്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ പോയാൽ അതും കിട്ടില്ല, ഇതും കിട്ടില്ല. സോ ആദ്യം കേട്ട സാധനം എഴുതി വെക്കുക. പിന്നെ അടുത്തത് കേട്ട സാധനം എഴുതി വെക്കുക. ഒരു സാധനം എഴുതുന്ന ടൈമിൽ അടുത്തത് നിങ്ങൾ കേൾക്കാനായിട്ട് പോകരുത്. അതാണ് റീറ്റെയിൽ ലെക്ചറിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ അതിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രൈബ് ഇമേജിലാണെങ്കിൽ അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന സാധനങ്ങളെ കുറിച്ച് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. കമ്പയറിസൺ ഉണ്ടെങ്കിൽ കമ്പയർ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തേക്കാളും ഒത്തിരി കുട്ടികൾക്ക് സ്പീക്കിങ്ങിന് 90 ഔട്ട് ഓഫ് 90 കിട്ടുന്നത്. നേരത്തെ അത്ര നന്നായിട്ട് അറിയാവുന്ന കുട്ടികൾ പോലും ചെയ്താൽ ചിലപ്പം അവരുടെ സെന്റേഴ്സിന്റെ ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ മൈക്കിന്റെ ഇഷ്യൂസ് ഒക്കെ കാരണം ചിലപ്പോൾ അവർക്കൊരു 50-58 ഒക്കെ കിട്ടി. ഒത്തിരി പിള്ളേർ, അതായത് അത്ര നല്ല കാലിബർ ഉള്ള കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് സ്പീക്കിങ്ങിന് മാർക്ക് കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത്യാവശ്യം കാലിബർ ഉള്ള എല്ലാവർക്കും ഇപ്പം 90 കിട്ടുന്നുണ്ട് സ്പീക്കിങ്ങിനകത്ത്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് ടൈം കിട്ടുന്ന അനുസരിച്ചിട്ട് ഞാൻ വീഡിയോസ് ഇടാം. പറയുമ്പോൾ ഉടനെ ചിലപ്പോൾ ഇടാൻ പറ്റണം എന്നില്ല. എനിക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ ആ വീഡിയോസ് ഇട്ട് തരാം. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ഓൺലൈൻ കോച്ചിങ് വേണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.